നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഏത്തക്കായും പയറും ചേർത്തുള്ള മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയാലോ? വേഗം തന്നെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കൂ. നമുക്കിന്ന് കായും പയറും ചേർത്ത് അടിപൊളിയായിട്ടൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കായും പയറും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത്തക്കായാണ് എടുത്തിരിക്കുന്നത്. രണ്ടും നമ്മൾ ഒരുമിച്ച് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ കായും പയറൊക്കെ നല്ലതുപോലെ വെന്ത് വരണം. അപ്പോൾ നമ്മുടെ കായും പയറും നമുക്കൊന്ന് കാച്ചിയെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. ഞാനിവിടെ കുറച്ച് ചുമന്നുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഉപ്പേരിയൊക്കെ കാച്ചാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി എടുക്കുമ്പോൾ തോലോട് കൂടെ ചതക്കിയാണെങ്കിൽ കുറച്ചും കൂടി ആ ഒരു വെളുത്തുള്ളിയുടെയൊക്കെ സ്മെല്ല് കൂടുതലായിട്ട് കിട്ടും. നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാണ്. കൂട്ടത്തെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് ചതയ്ക്കുന്നത്. അപ്പോൾ അതൊന്ന് സെറ്റാക്കിയിട്ട് വെക്കാം. കായും പയറും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കാച്ചിയെടുക്കാം. ഞാനിവിടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചതച്ച് വെച്ചിട്ടുള്ള ചുമന്നുള്ളി വെളുത്തുള്ളിയും അതുപോലെ വേപ്പിലി ഇട്ട് കൊടുത്തു. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റണം. നമ്മളിതിലേക്ക് ചതച്ച മുളകാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ വഴന്നു വരുമ്പോൾ നമുക്ക് മുളക് ചേർക്കാം. അതേസമയം നിങ്ങൾ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഉള്ളി ഒരൽപ്പം മൂത്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു വലിയ ടീസ്പൂൺ അളവിൽ ചതച്ച മുളക്, അതായത് ഉപ്പേരി മുളക് എന്നൊക്കെ പറയില്ലേ, ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മുളകും കൂടെ ചേർത്ത് നല്ലതുപോലെ മൊരിയണം. ഇനി ഇതിലേക്ക് നമുക്ക് കായും പയറും വേവിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പയറും ഏത്തക്കായും മെഴുക്ക് വരട്ടിയുടെ റെഡി ആയിട്ടുണ്ട്.